ഗൈസ്, എൻ്റെ ഫേവറേറ്റ് കേക്കിൽ ഒന്നാട്ടോ ഡ്രസ്ലെച്ചസ് കേക്ക്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. രണ്ടാമത്തെ പറഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിൽ 3 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്കും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആവണ ഒരു ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ പിസ്ത ഫ്ലേവറുള്ള കേക്ക് ഉണ്ടാക്കണം, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ പിസ്തയുടെ എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് കേക്കിന്റെ ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസ് കളയാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് കേക്ക് സോക്കിയാലും മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഫൈനലി ഇതിൽ കുറച്ച് പിസ്ത എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിനു ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് മിൽക്ക് ഒഴിക്കുമ്പോൾ സോക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല സോക്കായിട്ട് ഇരിക്കണം, ആ രീതിക്ക് വരെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സോക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതൊരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഫൈനലി ഇതിന്റെ മുകളിൽ കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്തയും കട്ട് ചെയ്തിട്ടുള്ള ചെറി കൂടെ വെച്ചിട്ട് 3-4 മണിക്കൂർ ചുരുങ്ങിയത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ, നല്ല അടിപൊളി ഡ്രസ്ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മുടെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ പിസ്ത മിൽക്ക് മിക്സും കൂടെ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഈ സോക്കായിട്ടിരിക്കുന്ന കേക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, വയലിട്ട് അങ്ങനെ മെൽറ്റായിട്ട് പോകും, അത്രക്കും ടേസ്റ്റാണ്. നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു കേക്കാണ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനി എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.